ചാണക്യന്റെ സാമ്പത്തിക തന്ത്രങ്ങൾ. പണം നേടാനും നിലനിർത്താനും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരേ ജോലി ചെയ്യുന്ന, ഒരേ ശമ്പളം വാങ്ങുന്ന രണ്ടു പേരിൽ ഒരാൾ മാത്രം എങ്ങനെയാണ് വർഷങ്ങൾ കഴിയുമ്പോൾ വലിയ സമ്പന്നനായി മാറുന്നത്? എന്നാൽ മറ്റേയാൾ ഇപ്പോഴും കടബാധ്യതകളിൽ കുടുങ്ങി ജീവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും മാസാവസാനം കയ്യിലൊന്നും ബാക്കിയില്ലെന്ന് പറയുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകൾക്കും ഉണ്ടാകുന്നത്? ഇത് വിധിയാണോ അതോ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മയാണോ? ഉത്തരം വളരെ ലളിതമാണ്, എന്നാൽ നാം അത് ശ്രദ്ധിക്കാറില്ല. പണം ഉണ്ടാക്കുക എന്നത് ഒരു കഴിവാണ്, എന്നാൽ ആ പണത്തെ നിലനിർത്തുക എന്നത് അതിലും വലിയൊരു കലയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതെങ്കിലും ആധുനിക സാമ്പത്തിക വിദഗ്ധനെ കുറിച്ചല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ജീവിച്ചിരുന്ന, ഇന്നും ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന മഹാബുദ്ധിമാൻ ആചാര്യ ചാണക്യനെ കുറിച്ചാണ്. ഒരു സാധാരണക്കാരനെ ചക്രവർത്തിയാക്കി മാറ്റിയ ചാണക്യന് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെയും മാറ്റിമറിക്കാൻ സാധിക്കും. പണം എങ്ങനെ സമ്പാദിക്കണം, അതെങ്ങനെ സൂക്ഷിക്കണം, ദാരിദ്ര്യം എന്നേക്കുമായി എങ്ങനെ ഇല്ലാതാക്കാം, ചാണക്യനീതിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ രഹസ്യങ്ങൾ നമ്മൾ ഇന്ന് തുറക്കുകയാണ്. പലരും കരുതുന്നത് ചാണക്യൻ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ മാത്രമാണെന്നാണ്. എന്നാൽ സത്യം അതല്ല. ലോകത്തിലെ തന്നെ ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒന്നായ അർത്ഥശാസ്ത്രം രചിച്ചത് അദ്ദേഹമാണ്. അർത്ഥം എന്നാൽ സമ്പത്ത് എന്നാണ് അർത്ഥം. ഒരു രാജ്യം എങ്ങനെ സമ്പന്നമാക്കണം എന്ന് മാത്രമല്ല, ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ സാമ്പത്തിക സുരക്ഷിതത്വം നേടണമെന്നും അദ്ദേഹം വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ധർമ്മത്തിന്റെ അടിസ്ഥാനം അർത്ഥമാണ് എന്നാണ്. അതായത്, നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, ധർമ്മത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കണം. ദാരിദ്ര്യം എന്നത് ഒരു പാപമല്ല, പക്ഷെ അതൊരു ശാപമാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. പണമില്ലാത്തവനെ സ്വന്തം ഭാര്യയും മക്കളും സുഹൃത്തുക്കൾ പോലും ഉപേക്ഷിച്ചു പോകുമെന്ന് ചാണക്യൻ വളരെ ക്രൂരമായ ഒരു സത്യം നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് പണത്തെ സ്നേഹിക്കാനല്ല, മറിച്ച് പണത്തെ ബഹുമാനിക്കാനും അതിനെ നിയന്ത്രിക്കാനും നമ്മൾ പഠിക്കണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചാണക്യന്റെ തത്വശാസ്ത്രത്തെ 3 തിരിക്കാൻ പോവുകയാണ്. 1. പണം എങ്ങനെ സമ്പാദിക്കാം. 2. പണം എങ്ങനെ വളർത്താം, സൂക്ഷിക്കാം. 3. ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന ശീലങ്ങൾ എങ്ങനെ ഒഴിവാക്കാം. ഈ വീഡിയോയുടെ ഓരോ നിമിഷവും നിങ്ങളുടെ സാമ്പത്തിക ചിന്താഗതിയെ മാറ്റാൻ പ്രാപ്തിയുള്ളതാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. സാമ്പത്തിക അറിവുകൾ തേടിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ, നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാൻ സമ്പന്നനാകുമെന്ന് താഴെ കമന്റ് ചെയ്ത് നിങ്ങളുടെ ആത്മവിശ്വാസം രേഖപ്പെടുത്തുക. പണം എങ്ങനെ സമ്പാദിക്കാം? ചാണക്യൻ ചോദിക്കുന്നു. ആർക്കാണ് പണം ലഭിക്കുന്നത്? വെറുതെ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ആരും സമ്പന്നനാകില്ല. ചാണക്യന്റെ അഭിപ്രായത്തിൽ പണം സമ്പാദിക്കാൻ പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യമായി കർമ്മനിരതരായിരിക്കുക. ചാണക്യൻ പറയുന്നു, മടിയന്മാർക്ക് ലക്ഷ്മി ദേവി അനുഗ്രഹം നൽകില്ല. പണം എന്നത് ഊർജമാണ്, അത് ചലിച്ചുകൊണ്ടേയിരിക്കണം. സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പ് എഴുന്നേൽക്കാത്തവനും എപ്പോഴും മടി പിടിച്ചിരിക്കുന്നവനും ഒരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല. നിങ്ങൾ എത്രത്തോളം അധ്വാനിക്കാൻ തയ്യാറാണോ അത്രത്തോളം സമ്പത്ത് നിങ്ങളെ തേടി വരും. പക്ഷേ ആ അധ്വാനം കൃത്യമായ ലക്ഷ്യത്തോടെ ഉള്ളതായിരിക്കണം. രണ്ടാമതായി, അറിവ് സമ്പാദിക്കുക. ചാണക്യനീതിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു തത്വമാണിത്. വിദ്യയാണ് ഏറ്റവും വലിയ ധനം. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? പണം ആർക്കും മോഷ്ടിക്കാം, പക്ഷെ നിങ്ങളുടെ അറിവും കഴിവും ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ ഏറ്റവും മികച്ചവനാകാൻ ശ്രമിക്കുക. അറിവ് കൂടുന്തോറും നിങ്ങളുടെ മൂല്യം കൂടും. മൂല്യം കൂടിയാൽ സമ്പത്ത് താനേ വരും. ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരെല്ലാം തുടർച്ചയായ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നവരാണ്. മൂന്നാമതായി, ധർമ്മത്തിലൂടെയുള്ള സമ്പാദ്യം. ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. അധർമ്മികമായ വഴികളിലൂടെ, അതായത് മറ്റുള്ളവരെ ചതിച്ചോ മോഷ്ടിച്ചോ ഉണ്ടാക്കുന്ന പണം
10 വർഷം വരെ മാത്രമേ നിലനിൽക്കൂ എന്ന് ചാണക്യൻ പറയുന്നു. 11ാം വർഷം അത് നശിച്ചു പോകും. മാത്രമല്ല അത് നിങ്ങളുടെ സമാധാനവും ഇല്ലാതാക്കും. അതിനാൽ നേരായ വഴിയിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കുക. അത് സാവധാനമാണെങ്കിലും അത് ശാശ്വതമായിരിക്കും. പണം എങ്ങനെ സൂക്ഷിക്കാം? പണം ഉണ്ടാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അത് കയ്യിൽ സൂക്ഷിക്കാൻ. ചാണക്യൻ ഇതിനെക്കുറിച്ച് പറയുന്നത് വളരെ രസകരമായ ഒരു ഉദാഹരണത്തിലൂടെയാണ്. കുളത്തിലെ വെള്ളം പോലെയാണ് സമ്പത്ത്. ഒരു കുളത്തിൽ വെള്ളം കെട്ടിക്കിടന്നാൽ അത് ചീത്തയാകും. എന്നാൽ വെള്ളം തീരെയില്ലെങ്കിൽ അത് വറ്റിയും പോകും. പണം ഉപയോഗിക്കണം, പക്ഷേ അത് അനാവശ്യമായി ഒഴുക്കിക്കളയരുത്. ചാണക്യൻ പറയുന്നു, സമ്പാദിക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം എപ്പോഴും ഭാവിയിലെ ആപത്തുകൾക്കായി മാറ്റിവെക്കണം. പലരും ചിന്തിക്കുന്നത് എനിക്കിപ്പോൾ നല്ല വരുമാനമുണ്ട്, എന്തിനാണ് പേടിക്കുന്നത് എന്നാണ്. എന്നാൽ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, സമ്പത്ത് ശാശ്വതമല്ല. രാജാക്കന്മാർ പോലും പിച്ചക്കാരായ ചരിത്രമുണ്ട്. അതുകൊണ്ട് വരുമാനത്തിന്റെ 20% നിർബന്ധമായും സമ്പാദ്യമായി മാറ്റിവെക്കണം. ആഡംബരങ്ങൾ നിയന്ത്രിക്കുക. നിങ്ങളുടെ വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് ചെയ്യുന്നത് നാശത്തിലേക്കുള്ള വഴിയാണ്. ആവശ്യമുള്ളതും ആഗ്രഹമുള്ളതും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പണം ചെലവാക്കുന്നതാണ് ദാരിദ്ര്യത്തിനുള്ള ഏറ്റവും എളുപ്പവഴി. ചാണക്യൻ പറയുന്നു, കയ്യിലുള്ള പണം വിത്തുകളെ പോലെയാണ്. ആ വിത്തുകൾ തിന്നു തീർക്കാതെ അത് വീണ്ടും മണ്ണിൽ നട്ട് മരങ്ങളാക്കണം. അതായത് പണം നിക്ഷേപിക്കണം, പണത്തെ കൊണ്ട് പണിയെടുപ്പിക്കണം. രഹസ്യങ്ങൾ സൂക്ഷിക്കുക. ഇതൊരു തന്ത്രപ്രധാനമായ ഉപദേശമാണ്. നിങ്ങളുടെ സമ്പാദ്യത്തെക്കുറിച്ചോ ബിസിനസ് പദ്ധതികളെക്കുറിച്ചോ നഷ്ടങ്ങളെക്കുറിച്ചോ ഒരിക്കലും പരസ്യമായി സംസാരിക്കരുത്. മറ്റുള്ളവർ നിങ്ങളുടെ സമ്പത്ത് കണ്ടാൽ അസൂയപ്പെടും. നിങ്ങളുടെ നഷ്ടം കണ്ടാൽ നിങ്ങളെ പുച്ഛിക്കും. അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുക. ഇവിടെ വരെ നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഗൗരവമായി കാണുന്നു എന്നാണ്. ദാരിദ്ര്യം ഒഴിവാക്കാനുള്ള വഴികൾ ചാണക്യൻ പറയുന്നത്, ദാരിദ്ര്യം എന്നത് പണത്തിന്റെ കുറവല്ല, മറിച്ച് ശീലങ്ങളുടെ പ്രശ്നമാണ് എന്നാണ്. താഴെ പറയുന്ന ശീലങ്ങൾ ഉള്ളവരിൽ നിന്ന് ലക്ഷ്മി ദേവി അകന്നു പോകും. അഴുക്കുള്ള വസ്ത്രവും വൃത്തിഹീനമായ ചുറ്റുപാടും. വൃത്തിഹീനമായ വസ്ത്രം ധരിക്കുന്നവനും പല്ലു തേക്കാത്തവനും ചുറ്റുപാട് വൃത്തിയായി സൂക്ഷിക്കാത്തവനും ദരിദ്രനായി തീരും. ഇതിന്റെ ഇന്നത്തെ അർത്ഥം അച്ചടക്കമാണ്. സ്വന്തം ശരീരത്തെയും പരിസരത്തെയും ബഹുമാനിക്കാത്ത ഒരാൾക്ക് പണത്തെയും ബഹുമാനിക്കാൻ കഴിയില്ല. കഠിനമായ വാക്കുകൾ. സംസാരത്തിൽ മിതത്വവും മാന്യതയും ഇല്ലാത്തവർക്ക് സമ്പത്ത് നിലനിർത്താൻ കഴിയില്ല. കൈപ്പേറിയ വാക്കുകൾ പറയുന്നവർ ശത്രുക്കളെ സൃഷ്ടിക്കുന്നു. കോപം നിയന്ത്രിക്കാൻ കഴിയാത്തവൻ സ്വന്തം സമ്പത്ത് തന്നെ കത്തിച്ചു കളയുന്നവനാണ്. സൂര്യോദയത്തിനു ശേഷവും ഉറങ്ങുന്നവനെ ചാണക്യൻ നിശബ്ദമായി വിമർശിക്കുന്നു. സമയം പണമാണ്. അമിതമായ ഉറക്കം, അലസത എന്നിവ ദാരിദ്ര്യത്തിന്റെ ലക്ഷണങ്ങളാണ്. ചീത്ത കൂട്ടുകെട്ടുകൾ. നിങ്ങൾ 5 മദ്യപാനികളുടെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ 6ാമത്തെ മദ്യപാനി നിങ്ങളായിരിക്കും. ലക്ഷ്യമില്ലാത്ത അലസരായ പണം തൂർത്തടിക്കുന്ന ആളുകളുമായി നിങ്ങൾ കൂട്ടുകൂടിയാൽ നിങ്ങളുടെ ചിന്തകളും അതുപോലെയാകും. ഇന്നത്തെ കാലത്ത് ഇത് എങ്ങനെ നടപ്പാക്കാം? ചാണക്യന്റെ ഈ തത്വങ്ങൾ 2000 വർഷങ്ങൾക്കപ്പുറവും പ്രശസ്തമാണ്. ഒരു ജോലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ശമ്പളം കിട്ടുമ്പോൾ ആദ്യം ചെലവാക്കുന്നതിനു പകരം ആദ്യം നിക്ഷേപിക്കുക. മ്യൂച്വൽ ഫണ്ടുകളോ സ്വർണത്തിലോ ഭൂമിയിലോ പണം വളരാൻ അനുവദിക്കുക. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ശീലം ചാണക്യൻ പറഞ്ഞ നാശത്തിലേക്കുള്ള വഴി തന്നെയാണ്. ഒരു കാര്യം ഓർക്കുക, ചാണക്യൻ പറഞ്ഞതുപോലെ ഒരു ദരിദ്രന് സുഹൃത്തുക്കൾ കുറവായിരിക്കും, എന്നാൽ സമ്പന്നന് ബന്ധുക്കൾ പോലും ഉണ്ടാകും. ഇത് ലോകത്തിന്റെ രീതിയാണ്. പണമെല്ലാം എല്ലായിരിക്കാം, പക്ഷെ ജീവിതത്തിന്റെ 90% പ്രശ്നങ്ങളും പരിഹരിക്കാൻ പണത്തിന് കഴിയും. അതുകൊണ്ട് ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഒരു പ്രതിജ്ഞ എടുക്കുക. ഞാൻ എൻ്റെ അറിവ് വർദ്ധിപ്പിക്കും. ഞാൻ അലസത ഒഴിവാക്കും. ഞാൻ സമ്പാദിക്കുന്ന പണം ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യും. സമ്പത്ത് എന്നത് ഓടിക്കിതച്ചു നേടേണ്ട ഒന്നല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും ആകർഷിക്കേണ്ട ഒന്നാണ്. ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ വെറും വാക്കുകളല്ല, ജീവിതത്തിൽ വിജയിച്ച പലരുടെയും അനുഭവങ്ങളാണ്. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകട്ടെ.